എന്നാലൊരു മാന്യമായ ചെറിയൊരു വീടാണോ താത്താര സ്വപ്നമല്ല. ഏത് പുതിയ വീട് താമസത്തിന് പോയാലും താത്ത ഇങ്ങനെ നോക്കും. ജുനൈദാടെ സ്റ്റെപ്പ് ഇങ്ങനെ, ലേലാടെ സ്റ്റെയർ ഇങ്ങനെ, സീനാടെ കിച്ചൺ അങ്ങനെ, ഇതൊക്കെ നോക്കി വെച്ചിട്ട് താത്ത ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കും. ഇയാളെ കൊണ്ടത് താങ്ങുമോ? എന്നാലും പാവപ്പെട്ടം വിചാരിക്കും. നേരത്തെ പറഞ്ഞ അത് കിട്ടാൻ വേണ്ടിയിട്ട് വീടെങ്കിൽ വീടെന്ന് വിചാരിച്ച് ഒരു വീടിന് വേണ്ടി പാവപ്പെട്ടം മെനക്കെടും. അങ്ങനെ എന്തായാലും വീടുണ്ടാക്കും. ഓരോ പെണ്ണിന്റെ ആഗ്രഹം. പക്ഷെ ഇവിടെ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫാത്തിമ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എന്നോട് പിണങ്ങുമോ ഫാത്തിമ? ഒരു കാര്യം പറഞ്ഞാൽ എന്നോട് പിണങ്ങുമോ ഫാത്തിമ? നീ ഒന്ന് സഹകരിക്കുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു വാക്ക് നീ പറയേണ്ട താമസമേ ഉള്ളൂ ഫാത്തിമ. നമുക്ക് സ്വന്തമായിട്ടൊരു വീടാകും ഫാത്തിമ. ഒരു നല്ല വീട് നമുക്ക് വേണ്ടേ? നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വളർത്താൻ, നമുക്ക് സമാധാനത്തോടെ മഴ നനയാതെ മഞ്ഞ കൊള്ളാതെ കിടന്നുറങ്ങാൻ, ഞാൻ ജോലി കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോ സമാധാനത്തോടെ ഒന്ന് വിശ്രമിക്കാൻ ഒരു വീട് വേണ്ടേ ഫാത്തിമ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു സ്വഹാബിക്ക് 2 വീടുണ്ട് ഫാത്തിമ. ഒരു വീട് വെറുതെ കിടക്കുകയാണ്, താമസിക്കുന്നില്ല. നീ ഒന്ന് മുത്തുനബിയോട് പോയി പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ അത് നമുക്ക് വാങ്ങിത്തരും. ഒരു പൈസയും കൊടുക്കണ്ട, നമുക്കതിൽ താമസിക്കാം. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഉള്ളങ്ങോട്ട് പിടയാൻ തുടങ്ങി. ഞാൻ എങ്ങനെയാണ് ചോദിക്കുന്നത്? എനിക്കതിങ്ങനെ ആഗ്രഹമില്ല. പക്ഷേ അലിയാർ നിങ്ങളോട് പറയാൻ പറ്റുമോ? ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിച്ചു പഠിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഭർത്താവ് പറഞ്ഞതിനു വേണ്ടി പ്രിയപ്പെട്ട മുത്ത് റസൂലിന്റെ ചാരത്തേക്ക് ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ സങ്കടപ്പെടുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്ന, മോളെ, സ്വർഗ്ഗത്തിൽ മരതകം കൊണ്ടുള്ള വീട് വേണോ? മാണിക്യം കൊണ്ടുള്ള വീട് വേണോ? മുത്തു പതിപ്പിച്ച വീട് വേണോ? സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ പൊന്നുമോക്ക് സ്വർഗ്ഗത്തിൽ വാപ്പച്ചി വീട് വാങ്ങിത്തരാ. ദുനിയാവിൽ വാപ്പയെ കൊണ്ട് കഴിയൂല മോളെ. ഒരാളോടും വാപ്പച്ചി ചോദിക്കൂല. അല്ലാഹുവിന്റെ റസൂൽ അത് പറയുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ മടങ്ങി വരികയാണ്. നിരാശയൊന്നുമില്ല. ഭർത്താവ് പറഞ്ഞ കാര്യം നിറവേറ്റി എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ 2 വീടുള്ള സ്വഹാബിയ വിവരമറിയുകയാണ്. 2 വീടുള്ള സ്വഹാബിയ വിവരമറിയുകയാണ്. ആ സ്വഹാബി ഓടി വരികയാണ് ഇലാ ഹദറത്തി റസൂലില്ലാഹ്. പുന്നാര ഹബീബിന്റെ ചാരത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ട് പറയുന്നു, യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്, 2 വീടും എനിക്ക് വേണ്ട നബിയേ. അങ്ങയുടെ പൊന്നുമോൾക്ക് ഒരു വീട് ആഗ്രഹമുണ്ടെങ്കിൽ ആ വീടിന് പരിഹാരം കാണാതെ ഇനി ഒരു വീട്ടിലും ഞാൻ താമസിക്കൂല നബിയേ. അതുകൊണ്ട് ഒരു വീട് ഫാത്തിമക്ക് ഇഷ്ടമുള്ള ഒരു വീട് ആ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് കൊടുക്കണം നബിയേ. അങ്ങനെ ഒരു വീട് കൊടുത്തു. എന്റെ പാട്ടുകാരാ, ആ വീട് അത്ഭുതങ്ങളുടെ വീടായിരുന്നു. ആ വീടാണ് മസ്കനുൽ വാസി. അതെങ്ങനെയാണ് മസ്കനായത്? അതെങ്ങനെയാണ് വാസിയായത്? അതെങ്ങനെയാണ് ബറക്കത്തായത്? അതെങ്ങനെയാണ് റഹ്മത്തായത്? അതെങ്ങനെയാണ് ഐശ്വര്യങ്ങളുടെ അഭിവൃദ്ധിയുടെ സന്തോഷങ്ങളുടെ വീടായി മാറിയത്? പട്ടിണിക്ക് കുറവില്ലായിരുന്നു. പക്ഷേ എങ്കിലും ആ വീട്ടിൽ വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. പരാതിയില്ലാത്ത, പരിഭവമില്ലാത്ത വീടായിരുന്നു. ഒരിക്കൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഫാത്തിമ, എന്തെങ്കിലും കഴിക്കാനുണ്ടോ ഫാത്തിമ? ആദ്യമായാണ് ചോദിച്ചത്. ഞങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് അങ്ങനെ ചോദിച്ചാൽ അവർക്ക് വലിയ സങ്കടമാണ്. ഞാൻ നിങ്ങൾ കഴിച്ചെന്നാ കരുതിയത്. പിന്നെ പെട്ടെന്ന് അടുക്കളയിൽ ഒരു വെപ്രാളമാണ്. ഭർത്താവ് നാവെടുത്ത് ചോദിച്ചതല്ലേ. ഇനി ഭർത്താവിന് എന്തെങ്കിലും മാവ് കൊണ്ടൊരു പുട്ടോ അപ്പമോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ സമാധാനം ഉണ്ടാവൂല. ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയാൻ തുടങ്ങി. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, പെണ്ണേ,
പൂനിലാവുദിച്ചു നിൽക്കുന്നത് പോലെ, പൂനിലാവുദിച്ചു നിൽക്കുന്നത് പോലെ എന്റെ വീടിന്റെ മുമ്പിൽ എപ്പോഴും നിൽക്കുന്ന ഫാത്തിമ ഇപ്പോഴെന്തിനാണ് കരയുന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അലിയേ, നിങ്ങൾ ആദ്യമായിട്ട് ആഹാരം ചോദിച്ചിട്ട് തരാനില്ലാണ്ട് പോയല്ലോ. ആദ്യമായിട്ട് ആഹാരം ചോദിച്ചിട്ട് തരാനില്ലാതെ പോയല്ലോ. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അതൊക്കെ പോട്ടെ, എനിക്ക് നിന്നോടൊരു സംശയം പറയാനുണ്ട് ഫാത്തിമ. നിനക്ക് എങ്ങനെയാണ് പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ സ്വീകരിക്കാൻ കഴിയുന്നത്? എത്ര പട്ടിണി കിടന്നാലും, എത്ര ദാരിദ്ര്യമാണെങ്കിലും, എത്ര കഷ്ടപ്പാടാണെങ്കിലും, എത്ര പ്രയാസമാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ അതറിയാത്തവളെ പോലെ എങ്ങനെയാണ് ചിരിക്കാൻ നിനക്ക് കഴിയുന്നത്? തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ നിനക്ക് കഴിയുന്നത് എങ്ങനെയാണ്? ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്. എന്റെ പായിപ്പാട്ട പെണ്ണിന്റെ മനസ്സ് കിടുകിടുക്കേണ്ട വാക്കാണ്. എന്റെ പായിപ്പാട് പള്ളിയുടെ തിരുമുറ്റത്ത് വന്ന് അള്ളാന്റെ വീടിന്റെ മുമ്പിൽ വന്നിരുന്ന് പ്രസംഗം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും നെഞ്ചിനകത്ത് പതിപ്പിച്ചു വെക്കേണ്ട വാക്കാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, അള്ളാന്റെ റസൂൽ എനിക്കൊരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ എനിക്കൊരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ദുആ ചൊല്ലാത്ത ഒരു ദിവസം പോലും നിക്കാഹ് കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതിന്റെ ഗുഡൻസ് പറഞ്ഞു കൊടുക്കുക. അല്ലാഹ്, മുത്തുനബി നിക്കാഹിന് മുമ്പ് എനിക്ക് പറഞ്ഞു തന്നൊരു ദുആ, ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നാൽ മരിക്കുവോളം എന്നും പറയാനുള്ള ഒരു ദുആ. ആ ദുആ എന്റെ കയ്യിലുള്ളിടത്തോളം കാലം ഞാൻ തളരൂല എന്ന് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ ഒരിക്കലും തളർന്നിട്ടില്ലല്ലോ. മാറിടം പറ്റി രക്തം വന്നിട്ടുണ്ട് എന്ന് ഹദീസുകളിലുണ്ട്. ലഈഫായ ഹദീസാണെന്ന് പറയുന്നു. പക്ഷെ എന്നാലും അത് കേൾക്കുമ്പോ നമ്മുടെ നെഞ്ചൊന്ന് പെടയൂലേ? തളർന്നിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുത്തുനബിയോട് പോയി ജോലിക്കാളില്ല അങ്ങനെയൊക്കെ ചരിത്രം ഉണ്ടല്ലോ. അതൊക്കെ മനസ്സങ്ങനെ നിർബന്ധിച്ചിട്ട് ഒരു ജോലിക്കാരനെ കിട്ടും അങ്ങനെ പോയതല്ല. ശരീരം തളർന്ന് കൈയൊക്കെ പൊട്ടി ആളുകൾ ഇങ്ങനെ നിർബന്ധിച്ചിട്ട് വിടുകയാണ്. ഒന്ന് ചോദിക്കു ഫാത്തിമ, നബിയല്ലേ, 2 ആട് തരാൻ പറഞ്ഞൂടെ? അവിടെ ഉണ്ടല്ലോ, സഹാബത്തിന്റെ കയ്യിലുണ്ടല്ലോ. അങ്ങനെ പോയതാണ്. അല്ലാതെ എന്റെ കഷ്ടപ്പാട് മാറ്റണം നബി എന്ന് പറഞ്ഞ് എന്നും രാവിലെ പോവല്ല. അലി റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ ആ പുഞ്ചിരിയുടെ അല്ലെങ്കിൽ ആ സ്വബറിന്റെ ആ സഹനത്തിന്റെ രഹസ്യം അറിയാൻ കാത്തിരുന്നു. എപ്പോഴും അലി റളിയല്ലാഹു അൻഹു അത്ഭുതമാണ്. ഏത് ബുദ്ധിമുട്ട് വന്നാലും അവിടെ ആ ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒരു ഭാര്യയെ കിട്ടിയാൽ അല്ലാഹുവേ, ഇത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭാര്യയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് ടെൻഷൻ കൂടുക. എല്ലാ ടെൻഷനും അവിടെ തീരണം. ശൗവാൽ പൊന്നം വിളിയല്ലേ, പവിഴപ്പൂത്തേൻ കനിയല്ലേ, തിരുതോഹ പൂനബിയോരുടെ പൂങ്കനി മോള് ബീവി ഫാത്തിമ മോള്, പനയോല കൊണ്ടൊരു പന്തൽ നല്ല മശൂറം നാട്ടിലുയർന്ന്, അത്തറിൻ മണമുള്ള മഹറ മണിമാരൻ അരിയോരും വന്ന്, ഉള്ളതാലുടുത്തൊരുങ്ങി പൂമകൾ ചമഞ്ഞ് വിണ്ണിലുള്ള രമ്പിളി പൊൻഹൂറിയായി തെളിഞ്ഞ്, ശൗവാൽ പൊന്നം വിളിയല്ലേ, പവിഴപ്പൂത്തേൻ കനിയല്ലേ, തിരുതോ പൂനബിയോരുടെ പൂങ്കനി മോള് ബീവി ഫാത്തിമ ബീവി. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ എല്ലാ പ്രതിസന്ധികളെയും തകർത്ത് കളഞ്ഞത് ആ ദുആ കൊണ്ടാണെങ്കിൽ പായിപ്പാട്ട പൊന്നുമോളെ, ഭർത്താവിന് രോഗം വന്നാലും മക്കൾക്ക് പ്രയാസം വന്നാലും കടക്കണിയിലായി പോയി വെള്ളിയാഴ്ച ഈ പള്ളിയുടെ മുറ്റത്തെ തട്ടം വിരിച്ചിരിക്കേണ്ട ഗതി വന്നു പോയാലും തളരല്ല മോളെ, ഒരിക്കലും നിങ്ങൾ തളരല്ലേ. അല്ലാഹു എന്ത് തന്നാലും തോറ്റുപോവല്ലേ. ഏത് പ്രയാസത്തിന്റെ മുകളിലും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ദിക്ർ
ദിക്റിന്റെ പ്രാർത്ഥനയുടെ സ്വലാത്തിന്റെ ചിറകുകളിലൂടെ പറന്നുയരാൻ എന്റെ പൊന്നുമോളെ നിനക്ക് കഴിയട്ടെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്ന ദുആ പായിപ്പാട്ട സഹോദരിമാര് മരിക്കുവോളം മറക്കല്ലേ, മരിക്കുവോളം മറക്കല്ലേ. ആ ദുആ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതവും മാറ്റവും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഇൽമിന്റെ മജ്ലിസാണ്. എന്റെ ഉപ്പ മരണപ്പെട്ടത് റമളാൻ 17-ാം രാവ് വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് മരിക്കുന്നു. 12 മണിക്ക് 12:30 ഖബറടക്കും. വെള്ളിയാഴ്ച ജുമാ വാങ്ങിയേക്കുമ്പോ അപ്പ ഖബർ അടക്കി കഴിഞ്ഞു. രാവിലെ 9 മണിക്ക് മരണപ്പെടുന്നു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്റെ ഇൽമിന്റെ മജ്ലിസിന്റെ ദുആയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്താക്കിയതാ. അതായത് നല്ല റാഹത്തുള്ള മരണം എന്നാണ് പറയാം. മരിക്കുന്ന സമയത്ത് ഞാൻ വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിൽ അന്ന് ഖത്തീബാണ്. ഖബർ പോലും പെട്ടെന്ന് വെട്ടിത്തീരുമോ എന്ന ആശങ്കയാണ്. അപ്പൊ ഞാൻ വള്ളക്കടവില് ഖത്തീബായിരിക്കുമ്പോ അവിടെ നമ്മളിവിടെ ഖത്തീബായിട്ടിരിക്കുമ്പോൾ ഞാനാണെങ്കിലും സിറാജുദ്ദീൻ ഖാസിമി ആണെങ്കിലും കബീർ വാക്കുകയാണെങ്കിലും ഒക്കെ കുറേയേറെ ചെറുപ്പക്കാരുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ വള്ളക്കടവിൽ ഖത്തീബായിട്ടിരിക്കുമ്പോ നാട്ടില് ഒരു അറിയപ്പെട്ട ചെറിയൊരു ഗുണ്ടാ പരിപാടിയൊക്കെ ഉള്ള ആളാണ്. കാതിൽ കമ്മലുണ്ട്, ഇവിടെ കയ്യിൽ വളയുണ്ട്. അവനിങ്ങനെ വെള്ളിയാഴ്ച എന്റെ റൂമിലേക്ക് കയറി വരികയാണ്. സിറാജുദ്ദീൻ ഖാസിമി കയറി രണ്ടാമത്തെ പള്ളിയുടെ സൈഡിൽ 2ാമത്തെ നിലയിലാണ്, മുകളിലാണ് വീട്, റൂം. അപ്പൊ ഇവനിങ്ങനെ മുകളിൽ കയറി വന്നു. അപ്പൊ ഞാൻ ഈ സത്യത്തിൽ ഈ കസേരയുടെ അടിയിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ കാലിന്റെ തൊടയിൽ ഇങ്ങനെ കൊണ്ടപ്പോ പെട്ടെന്ന് ഞാനിങ്ങനെ എഴുന്നേറ്റതാ. അപ്പൊ ഇവൻ വിചാരിച്ചെന്താണെന്നറിയോ, അവനെ കണ്ടപ്പോ ഞാൻ എഴുന്നേറ്റുന്ന. അതോടുകൂടി അവന്റെ ചങ്ക് പ്രോ-ആയി മാറി ഞാൻ. പിന്നെ രക്ഷയില്ല. ഭയങ്കര കമ്പനി എന്ന് പറഞ്ഞാൽ വല്ലാത്ത സൗഹൃദം, വല്ലാത്ത ബന്ധം, വല്ലാത്ത സ്നേഹം. പക്ഷെ ഇവന്റെ നിസ്കാരമൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ റമളാൻ മാസത്തിൽ ഇവിടെ ഹാഫിളാണ്. അപ്പൊ റമളാൻ അവസാന 10 എല്ലാ ദിവസവും രാത്രി ഫുൾ അവിടെ എഴുത്തിക്കാപ്പാണ്. തിരുവനന്തപുരം അങ്ങനെയാണ്. ഒരു ആട്ടക്കുളങ്ങരയൊക്കെ ഇരുന്നിട്ടുള്ളതാണ്. അപ്പോ അവിടെ ഇങ്ങനെ രാത്രി ഞാനിങ്ങനെ ഇശാനസ്കാരം കഴിഞ്ഞ് തറാവീഹ് തുടങ്ങാൻ പോവാണ്. ഇശാനസ്കാരം കഴിഞ്ഞപ്പോ ഇവൻ അടുത്ത് വന്നിട്ട് അസ്സലാമു അലൈക്കും. ഞാൻ നോക്കുമ്പോ നമ്മളെ അസ്സലാമു അലൈക്കും ഉസ്താദേ, പിന്നെ നമുക്ക് ശംഖുമുഖത്ത് പോയാലോ? ഞാൻ പറഞ്ഞടാ ചെയ്താനെ റമളാന്റെ അവസാന 10 അതിന് തറാവീഹിനൂടെ ഹാഫിള് ഉണ്ടല്ലോ, നമുക്ക് വിത്തറാമ്പ് വന്നാ പോരെ. നല്ല കാറ്റ്, അടിപൊളിയാ. ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കുടിച്ചു നടന്നിട്ട് വരാം എന്നോട് പറയാം. ഇതാണ് ഈ കൂട്ടുകാരൻ. പക്ഷെ നമുക്ക് അവർക്ക് അതേ അറിയുള്ളൂ. പറഞ്ഞു ഒരുപാട് ചെറുപ്പക്കാരെ നമ്മളിങ്ങനെ കൂട്ടുകാരാക്കി ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡിൽ ഇങ്ങനെ നിൽക്കുമ്പോ അളയെ വീട്ടിൽ പോണ അളയാന്ന് ചോദിക്കും ചെറുപ്പക്കാര് ഖത്തീബിനോട്. കൂടുതൽ കമ്പനിയായ പ്രശ്നം. അപ്പൊ ഒരു രീതിയിൽ നിർത്തിയില്ലെങ്കിൽ അളിയനായി പോകും. അപ്പോ ഇവൻ എന്ത് ചെയ്യുന്നറിയോ, വാപ്പ മരണപ്പെട്ടതിന്റെ അന്ന് നേരത്തെ പള്ളിയിലെത്തി. അപ്പൊ ഖബർ വെട്ടിക്കൊണ്ടിരിക്കുന്നത് സ്പീഡ് കുറവാണ്, നേരത്തെ തീരൂല എന്ന് തോന്നിയപ്പോ ഇവൻ തന്നെ എന്ത് ചെയ്തു, ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി അടക്കിയതിനു ശേഷം മണ്ണ് വെട്ടിയിടാനൊക്കെ വളരെ ആവേശത്തിൽ. ഞാൻ ആ വാപ്പാടെ കാര്യം പറയുമ്പോഴൊക്കെ ഇവനെ ഓർക്കും. അല്ലാഹു തആല ഹിദായത്ത് നിലനിർത്തി കൊടുക്കട്ടെ. നമുക്ക് മജ്ലിസിന്റെ ദുആ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വാപ്പാക്ക് ഞാനിങ്ങനെ അല്ലാഹ് നല്ല മരണം കൊടുക്കണം, പടച്ചോനെ ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളൊക്കെ ദർസിൽ പഠിക്കാൻ ഇറങ്ങിയതിന് ശേഷമാണ് ചെറിയ സൂറത്തൊക്കെ വാപ്പ പഠിക്കണത്. അത്രത്തോളം ചെറുതിലേ കഷ്ടപ്പാടായിരുന്നു. പക്ഷെ നല്ല റാഹത്തുള്ള മരണം അല്ലാഹ് കൊടുത്തു. മജ്ലിസിന്റെ ദുആ ഒന്നുകൊണ്ട് മാത്രം ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് പറഞ്ഞു തരുന്ന ഒരു ദുആ ജീവിതത്തിൽ മറക്കൂല. നീ പള്ളിയെ സാക്ഷിയാക്കി നിങ്ങൾ നിയ്യത്ത് ചെയ്തിട്ട് പോയാൽ അല്ലാഹു നിങ്ങൾക്ക് വലിയ നേട്ടം തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ചെല്ലുന്ന എല്ലാ പ്രാർത്ഥനകളും അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ പള്ളി നാളെ പരലോകത്ത് മനുഷ്യനെ പോലെ നാവ് കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അനുകൂലമായി ഈ പള്ളി സംസാരിക്കുന്ന രീതിയിൽ അല്ലാഹു ആക്കി തരട്ടെ. ആമീൻ. ബക്കറ്റ് റങ്ങാടൊരു വരി നിർമ്മാണ കമ്മിറ്റിയിലെ എവിടെ സുൽഫി ബക്കറ്റ് എടുത്തുണ്ടോ? ചെറുപ്പക്കാരൊക്കെ വിളി. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഏകദേശം 1 കോടി രൂപ കടമുണ്ടോ? 1.5 കോടിയേ ഉള്ളു കട. കുഴപ്പമില്ല, 1.5 ഉള്ളെന്ന് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ അർഹമർ റഹീമായ റബ്ബേ, കരുണക്കടലായ പടച്ചവനെ, ഈ പള്ളി നാളെ നിന്റെ മുമ്പിൽ സംസാരിക്കുമ്പോ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ ആമീൻ പറ. എല്ലാവരും ആമീൻ പറ. അല്ലാഹുവേ, ഈ സ്വതക്ക ചെയ്യുന്ന മുഴുവൻ ആളുകളെയും കയ്യിൽ ചേർത്ത് പിടിക്കുന്ന പള്ളിയാക്കി നീ ഇതിനെ മാറ്റണേ അല്ലാഹ്.
അള്ളാഹുവെ വലിയ സാമ്പത്തികമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷേ ഞങ്ങളുടെ പോക്കറ്റിലുള്ളതിൽ വലുത് ഞങ്ങൾ ഈ ബക്കറ്റിലേക്ക് ഇടുകയാണ്. നിരാശപ്പെടുത്തല്ല റബ്ബേ, നിരാശപ്പെടുത്തല്ല പടച്ചോനെ, നിരാശപ്പെടുത്തല്ല അല്ലാ. അള്ളാഹുവെ ഇത്ര ഭംഗിയുള്ള ഒരു പള്ളി കാണുമ്പോൾ എന്ത് കുളിർമയാണ്, എന്ത് രസമാണ് പടച്ചോനെ. അള്ളാഹുവെ നാളെ പരലോകത്ത് ഈ പള്ളി ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവെ അനുകൂലമായ സാക്ഷിയാക്കി തരണേ അല്ലാ. ഒരു സ്ഥലത്ത് പോലും ഈ പള്ളി ഞങ്ങൾക്ക് എതിരാവല്ല റബ്ബേ, ഒരു സ്ഥലത്ത് പോലും ഈ പള്ളി ഞങ്ങൾക്ക് എതിരാക്കല്ല റഹ്മാനെ. ഈ സ്വതക്ക ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും റബ്ബേ നീ ഖൈറും നിഅമത്തും ബറക്കത്തും ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. എല്ലാവരും ചെയ്തു കൊടുക്കട്ടെ, എല്ലാവരും. മാഷാ അല്ലാഹ്. സഹോദരിമാർക്കൊക്കെ പള്ളി കാണാനുള്ള അവസരമൊക്കെ കൊടുത്തില്ലേ? എല്ലാരും കണ്ടില്ലേ? ഇതാണ് പള്ളി, ഇത്ര ഉള്ളൂ. നിങ്ങളിങ്ങനെ എന്താണ് അതിനകത്ത് നടക്കുന്നത് ആകെ ആശങ്ക എല്ലാവർക്കും. ഇതാണ് പള്ളി. കാണുമ്പോ ഇങ്ങനെ തോന്നും എത്ര കോടിയാണ്. ഗൾഫിലൊക്കെ പോയി ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഈ സിറാജുദ്ദീൻ ഖാസിമിക്ക് ഈ സംഘാടകരെയും കൊണ്ട് ഇങ്ങനെ നടക്കേണ്ട വല്ല കാര്യമുണ്ട്? ഞാൻ അങ്ങനെ ഇത്രയും വലിയ ആത്മാർത്ഥത കാണിക്കുന്ന ഹത്തീബിനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എല്ലാ സ്ഥലത്തും പള്ളിയൊക്കെ വെച്ച് തീരുമ്പോ കമ്മിറ്റിക്കാരെന്ന് ഒരു ചെറിയ പാര ഹത്തീബിന് കിട്ടലുണ്ട്. ഇവിടെ കിട്ടുമെന്ന് അറിയില്ല, അള്ളാഹ് കാക്കട്ടെ. സാധാരണ അത് നിർബന്ധമാണ്, പക്ഷെ ഇവിടെ ഇനി എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഇവിടെ ചെറുതായിട്ട് കാണും, കാണാതിരിക്കൂല. മനുഷ്യരല്ലേ, മനുഷ്യരാകുമ്പോ അങ്ങനെ ഉണ്ടാവും. എന്നാലും കൂടുതൽ സ്നേഹിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചോളി, അത്ര കൂടുതൽ കമ്പനി ആവണവരെ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചോളി. അത് ചിലപ്പോൾ അപകടം ചെയ്യും. അതാരാണെങ്കിലും ഞാനിപ്പോ പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് വെച്ചോളി. ഇവിടെ നിന്ന് പിരിയുമ്പോൾ നിങ്ങൾക്ക് ഇട്ട് കേൾക്കാം. അല്ലാഹു തആല ഉസ്താദിന്റെ പള്ളി എന്ന് പറഞ്ഞപ്പോ പായിപ്പാട് പള്ളി മാത്രമേ ഉള്ളൂ, ഉള്ള 100 മഹല്ലിന്ന് വിളിക്കും ഖത്തീബായിട്ട്. പിന്നെ പുള്ളി ഇങ്ങനെ നിങ്ങളുടെ സ്നേഹം കൊണ്ട് അൽഹംദുലില്ലാ ഒരു പള്ളിയിൽ അങ്ങനെ ഇരുന്ന് സേവനം ചെയ്ത് എല്ലാ സ്ഥലത്തും പോയി ഓടി ഓടി നടക്കണ്ടല്ലോ. ഇവിടെ ആകുമ്പോൾ കുറെ സ്നേഹമുള്ള ആളുകൾ, എന്തോരു സ്നേഹമാണെന്നറിയോ ഈ പള്ളിക്ക് വേണ്ടിയിട്ട്. എന്ത് ചോദിച്ചാലും നിങ്ങൾ പുറമേയുള്ള പൈസ മാത്രമാണെന്ന് പറഞ്ഞൊരു പള്ളിയിൽ നിന്ന് ഉണ്ടാവില്ല. നിങ്ങളുടെ ആത്മാർത്ഥമായ സമർപ്പണ ബോധമാണ് ഈ പള്ളി ഇങ്ങനെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടേഷൻ. പാരയും കുത്തിവെപ്പും തിരിപ്പൊക്കെ ഇടയിൽ ഉണ്ടാവും, അതെല്ലാ സ്ഥലത്തും ഉണ്ടാവും, അതതിന്റെ ഇടയിൽ നടന്നോട്ടെ. പക്ഷേ നിങ്ങളുടെ സ്നേഹം 90% ആളുകളും ഈ പള്ളിക്ക് വേണ്ടി ആത്മാർത്ഥമായി കഷ്ടപ്പെട്ടവരാണ്. മനസ്സുകൊണ്ട് ഈ ഉമ്മമാർ അല്ലാഹ് മരിക്കണതിന് മുമ്പ് ഞങ്ങൾക്കതൊന്ന് പൂർത്തിയായി കാണണം റബ്ബേ എന്ന് കരഞ്ഞു ദുആ. ഞങ്ങളൊക്കെ ജുമയ്ക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി യാത്രക്കിടയിൽ എവിടെയും കയറുമ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കലുണ്ട്, അല്ലാ എത്ര വലിയ പള്ളി, ഇത്രയും നിറച്ച് ജനങ്ങൾ, എന്നിട്ട് ഈ ഖത്തീബിന് എവരെ ഒന്ന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല റബ്ബേ എന്ന് പലപ്പോഴും ചിന്തിച്ചു വിട്ടുണ്ട്. പലപ്പോഴും ഖത്തീബ് ആ മിമ്പറിൽ നിൽക്കുന്നതും പ്രസംഗിക്കുന്നതും കാണുമ്പോൾ അല്ലാഹുവേ കൊതിയാവും ചിലപ്പോൾ കയറി ഒന്ന് പ്രസംഗിക്കാൻ ഒരു 10 മിനിറ്റ്. കാരണം ഇത്രയും ആളുകൾ ഇരിക്കില്ലേ, ഒരു ദുആ പറഞ്ഞു കൊടുത്താല്, ഒരു ദിക്ർ പറഞ്ഞു കൊടുത്താല്, ഒരു സുന്നത്ത് നിസ്കാരത്തെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്താല് ആ പാവങ്ങൾ വീട്ടിൽ പോയി ചെയ്യൂലേ? അല്ലെങ്കിൽ ഭാര്യക്കും മക്കൾക്കും പറഞ്ഞു കൊടുക്കൂലേ? ഇതൊന്നും ഇല്ലാതെ അങ്ങനെ ലോക വിപ്ലവങ്ങൾ മുഴുവനും പള്ളിക്കകത്ത ചില സ്ഥലത്തൊക്കെ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒരു രസമുള്ള രീതിയിൽ ഇങ്ങനെ ആത്മീയമായ ഒരു ആനന്ദത്തിൽ പോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ അള്ളാഹു ഇത് നിലനിർത്തി തരട്ടെ. നല്ല സംഘാടകരാണ്, ഇതുവരെയും അൽഹംദുലില്ലാ വലിയ റാഹത്താണ്. ഇനിയും അങ്ങനെ തന്നെ അഹങ്കാരം ഇല്ലാതെ അഹംഭാവം ഇല്ലാതെ പടച്ചോനെ ഈ പള്ളിയുടെ അള്ളാഹുവിന് ലോകത്ത് ഏറ്റവും ഇഷ്ടം പള്ളിയാണെങ്കിൽ ആ പള്ളിയുടെ ഏറ്റവും താഴെ മണ്ണിനോട് ചേർന്നൊട്ടിക്കിടക്കുന്ന അടിമയെ പോലെ ആ പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ഖാദിമീങ്ങളിൽ സംഘാടകരെയും മഹല്ല് സേവകരെയും ഇവിടെ ജോലി ചെയ്യുന്ന മുഅദ്ദീൻ, അതുപോലെ അസിസ്റ്റന്റ്, മറ്റ് ഇമാമിയങ്ങൾ, മദ്രസ മുഅല്ലിമീങ്ങൾ, ഉസ്താദ്, സിറാജുദ്ദീൻ ഖാസിമി ഉൾപ്പെടെ പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരെയും അല്ലാഹു ആക്കട്ടെ. ആമീൻ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അലി റളിയല്ലാഹു അൻഹുവിനോട് എന്നോട് എൻ്റെ ഉപ്പ പറഞ്ഞു തന്ന ദുആയാണ്, അല്ലാഹുമ്മ ഗുഫിർലി ദംബി വവസ്സിഅലി ഫീ ദാരി വബാരിക് ലി ഫീമാ റസഖ്തനി. 3 കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 3 വാക്കുകളാണ് ഇതിനകത്തുള്ളത്. 3 കാര്യങ്ങളാണുള്ളത്. എഴുതിയെടുക്കാം, മൊബൈൽ റെക്കോർഡ് ചെയ്യാമെന്നൊന്നും ചിന്തിക്കണ്ട. ഇപ്പൊ തന്നെ പഠിച്ചോ, നിന്റെ ഹൃദയത്തിലേക്ക് ഇപ്പൊ തന്നെ ചേർത്ത് വെച്ചോ. മനപ്പാഠമാക്കാൻ പറ്റുന്ന ലളിതമായ 3 വാക്കുകളാണ്. അല്ലാഹുമ്മ ഗുഫിർലി ദംബി. ഒന്നാമത്തെ എന്റെ പാവം നീ പൊറുക്കണേ റബ്ബേ. എല്ലാ ദിവസവും നിന്റെ വീട്ടിന്റെ അകത്ത് മക്കളുള്ള, ഭർത്താവുള്ള, അവരുടെ കുടുംബക്കാരുള്ള വീട്ടിന്റെ അകത്ത് അവർക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്ന വീട്ടിന്റെ അകത്ത്, ഭർത്താവിനെ കാത്തിരിക്കുന്ന വീട്ടിന്റെ അകത്ത്, മക്കൾക്ക് ഇൽമ പറഞ്ഞു കൊടുക്കുന്ന വീട്ടിന്റെ അകത്ത്, മക്കളെ നിസ്കരിപ്പിക്കുന്ന വീട്ടിന്റെ അകത്ത്. അല്ലാഹുമ്മ ഗുഫിർലി ദംബി, എന്റെ പാപം പൊറുക്കണേ റബ്ബേ. മോളെ
പഠിച്ചു വെക്കണം. ഒന്നാമത്തെ വാക്കതാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തതാണ്. ആ മഹദി തന്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒഴിവാക്കാതെ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഇന്ന് മുതൽ ചൊല്ലണേ. നമ്മുടെ വീട് ബറക്കത്തിന്റെ വീടാവണ്ടേ. രണ്ടാമത്തെ വാക്ക് വസിഇനി ഫീ ദാരി, എന്റെ വീട് വിശാലമാക്കണേ അല്ലാ. ഏത് ബുദ്ധിമുട്ട് വന്നാലും സഹിക്കാനുള്ള വിശാലത, അതാണ് വിശാലത. അല്ലാതെ 16ക്ക് 16ന്റെ റൂമെന്നല്ല വിശാലത. വസിഇനി ഫീ ദാരി, ഏത് പ്രതിസന്ധി വന്നാലും സഹിക്കാനുള്ള വിശാലത, ഏത് പ്രയാസം വന്നാലും ഉൾക്കൊള്ളാനുള്ള വിശാലത. അല്ലാഹുവേ, ഈ സഹോദരിമാർക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന സുബർ എത്ര വലുതാണെന്നറിയോ. നല്ല ക്ഷമയാണ് നിങ്ങൾക്ക് അല്ലാഹു തന്നിട്ടുള്ളത്. അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ മരിക്കുമ്പോ ഭാര്യ മാത്രമേ അരികിലുള്ളൂ. ആ മോനെ കുളിപ്പിച്ച് പൊതിഞ്ഞ് അടുത്ത റൂമിൽ കിടത്തിയിട്ട് വാ പൊന്നുമോനെ ജീവന്റെ ജീവനായി ഇഷ്ടപ്പെടുന്ന ഭർത്താവ് മടങ്ങി വന്നപ്പോ ഭക്ഷണം കൊടുത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഭർത്താവിന് പരിപൂർണമായി സന്തോഷം കൊടുത്തതിന് ശേഷമാണ് ഈ ദുഃഖത്തിന്റെ കാര്യം പറഞ്ഞു കൊടുത്തത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ലോകത്തൊരു പെണ്ണിനെ അതിന് കഴിയൂ, ഒരു പെണ്ണിനെ അതിന് കഴിയൂ, ഒരു പെണ്ണിനെ അതിന് കഴിയൂ. ഒരാണിന് ഒരിക്കലും അപ്പുറത്തോളം ക്ഷമിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരു വിശാലമായ മനസ്സ് കുടുംബത്തിൽ വേണമെന്ന് പെണ്ണ് വീണ്ടും വീണ്ടും ദുആ ചെയ്യണം. എല്ലാ സമയത്തും പ്രസവിക്കുന്ന ജോലി നിങ്ങൾക്ക് അല്ലാഹു തന്നത് തന്നെ നിങ്ങൾക്ക് ക്ഷമ കൂടുതലായതുകൊണ്ടാണ്. പ്രസവിക്കണ ജോലി ആണുങ്ങൾക്കാണ് തന്നതെങ്കിൽ 2 കുട്ടിയുള്ള വീട് ഒരു വീട്ടിലുണ്ടാവില്ല. ഉണ്ടാവോ? ഒരു പ്രസവം പകുതിയാകുമ്പോ തന്നെ ഡോക്ടറിനോട് പറയും ഈ പകുതിയിൽ വെച്ച് നിർത്താൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ ഡയലോഗ് അടിക്കാനും ജാട കാണിക്കാനും ഒക്കെ ഭയങ്കര സംഭവാ. സുബറിനെ കുറിച്ച് പറയുന്നതിനൊക്കെ ഭയങ്കര സംഭവാ. വിരളിലെങ്ങാനും ഒരു ചെറിയ, ഇപ്പൊ ഭാര്യ ബാത്റൂമിലാണ്, തലവേദന എടുക്കുന്ന കട്ടൻ ചായ കുടിക്കണം, അപ്പൊ പറഞ്ഞ് കറണ്ട് പിന്നെ അടുപ്പുണ്ട്, അതിൽ നിങ്ങൾ ഇറ്റിളി അങ്ങനെ ചെയ്താൽ മതി, അവിടെ സ്വിച്ച് അങ്ങനെ ഇട്ടാൽ മതി, ഇങ്ങനെ ഇട്ടാൽ മതി. ആ പാത്രം ഇങ്ങനെ കയ്യിലെടുക്കുമ്പോ ഒരല്പം ഇവിടെ ഒന്ന് ഇങ്ങനെ ഇവിടെ ഒന്ന് കൊണ്ടാ മതി. അന്നത്തെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഉണ്ടാവും. ആ ജമാഅത്തിലുള്ള എല്ലാ, ആ പരിസരത്തുള്ള എല്ലാ ഖത്തീബുമാരും അറിയും സുലൈമാൻ കാക്കയുടെ കൈ പോയി, അടുക്കള ജോലി ചെയ്ത് പൊള്ളിപ്പോയി, വെന്തുപോയി, ആകെ പ്രശ്നം. പിന്നെ 3 ജുമയെ മുടങ്ങി, ഒരു പള്ളിയിലും പോകില്ല, ജോലിക്കും പോകില്ല, അങ്ങനെ കൊണ്ടു കിടക്കും. അതുവരെ മൂപ്പര് സുലൈമാൻ നബി എന്ന് പറഞ്ഞാൽ നടന്നത്. വിരള് പൊള്ളിയോട് കൂടി എല്ലാം. ഈ സഹോദരിമാരെ ശരീരത്തില് നിങ്ങൾ ഇന്ന് ചെന്നിട്ട് ചോദിച്ചു, ഇന്നിപ്പോ രാത്രി ആയിപ്പോണെങ്കിൽ വേണ്ട നാളെ ചോദിച്ചാലും മതി, എവിടെയൊക്കെയാ പൊള്ളിയിട്ടുള്ളതെന്ന് ചോദിക്കും. എവിടെയൊക്കെ മുറിഞ്ഞിട്ട് ആ വിരള് 10 വിരളെന്ന് നോക്കണം, ഇടത്തേക്ക് വിരളെന്ന് നോക്കണം. അള്ളാഹുവെ കത്തി കൊണ്ട് 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 അങ്ങനെ കിടക്കുന്നുണ്ടാവും കയ്യിൽ. കണ്ടിട്ടുണ്ടാ കൈ നോക്കാൻ സമയം വേണ്ട. അന്ന് നോക്കിയിരുന്നു സാധാ, കല്യാണം കഴിഞ്ഞപ്പോ കുറച്ച് ദിവസമൊക്കെ കൈയൊക്കെ നോക്കിയിരുന്നു, പിന്നെ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. കല്യാണം കഴിഞ്ഞപ്പോ എന്തുവായിരുന്നു, കൈയെടുത്ത് ഇങ്ങനെ മടിയിൽ വെക്കുന്നു, പൊന്നേ പൊന്നെ, അതൊക്കെ പോയി ഒരുമിച്ച് പല്ല് തേക്കുന്ന, ഒരുമിച്ച് ഒരു ശവറിന്ന് വിളിക്കുന്ന, പിന്നെ കാണാനില്ല കേൾക്കാനും ഇല്ല. 2 മക്കളുമായി അയാളെ പഠിക്കും, ഇവളെ വിളിക്കും. ഈ കുടുംബജീവിതം അവസാന സമയം വരെ ഉണ്ടാവണം, റാഹത്തിലുണ്ടാവണം, സന്തോഷത്തിലുണ്ടാവണം, റാഹത്തിലുണ്ടാവണം. ആ വിരളത്ര പറഞ്ഞിട്ടുണ്ടാവും, വെണ്ടയ്ക്കും കത്തിരിക്കും ഒക്കെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഈ വലത്തെ കൈയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ശരിക്കും ഒരുപാട് കരിഞ്ഞിട്ടുണ്ടാവും. ഈ പാത്രങ്ങൾ ഇങ്ങനെ പിടിച്ച്, ചിലപ്പോൾ തുണിയില്ലാതെ പെട്ടെന്ന് പിടിച്ചിട്ട് എത്ര ഉണ്ടാവും. കഴിഞ്ഞു. നമ്മളാണെങ്കിൽ പിന്നെ 11 മാസം ഇങ്ങനെ നടക്കല. അവര് ആ കുടയിലോടുകൂടി കഴിഞ്ഞു. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും, എത്ര പ്രയാസം ഉണ്ടാവും. അള്ളാഹുവേ, നമ്മുടെ സഹോദരിമാർക്ക് നല്ല ക്ഷമ നീ കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മ. അല്ലോ, ഉമ്മയുടെ ക്ഷമയെ കുറിച്ച് പറയാനും പറഞ്ഞറിയിക്കാനും വാക്കുകൾ ഉണ്ടാവൂല. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് സ്വർഗം കൊടുക്കട്ടെ, അവരെ പൊരുത്തം അള്ളാഹു അറിവില്ലാത്ത സാധുക്കളായ നമുക്കും അള്ളാഹു നൽകട്ടെ. ഉമ്മ മരണപ്പെട്ടു പോയവർ, ഉപ്പ മരണപ്പെട്ടു പോയവർ ഈ മജ്ലിസിലുണ്ടെങ്കിൽ അള്ളാഹുവേ, ഈ നല്ല മജ്ലിസിന്റെ പുണ്യം കൊണ്ട് അവരുടെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് മജ്ലിസിന്റെ കൂലി നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ.
എല്ലാം ക്ഷമിച്ചത് എങ്ങനെയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. നമ്മൾ ദുആ ചെയ്യണം, നമ്മൾ ദുആ ചെയ്യണം. എത്ര വലിയ വീട്ടിലാണ് നിന്നെ കല്യാണം കഴിപ്പിച്ചു കൊണ്ടുപോയാലും, എത്ര ചെറിയ വീട്ടിൽ കൊണ്ടുപോയാലും ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഗഫിർ ലി ദംബി വവസ്സി ലി ഫീ ദാരി. മൂന്നാമത്തേത് വബാരിക് ലി ഫീമാ റസഖ്തനി. എനിക്ക് തന്നതിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. മക്കളെ തന്നെങ്കിൽ അതില്, സ്വർണം തന്നെങ്കിൽ അതില്, വീട് തന്നെങ്കിൽ അതില്, ആരോഗ്യം തന്നെങ്കിൽ അതില്, ഭക്ഷണം തന്നെങ്കിൽ അതില്, അതിലെല്ലാത്തിലും നീ ബറക്കത്ത് തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലി ദംബി വവസ്സി ലി ഫീ ദാരി വബാരിക് ലി ഫീമാ റസഖ്തനി. ഈ ദുആ മറക്കണ്ട മോളെ. വീട്ടിൽ നിന്ന് വീടിന്റെ പ്രധാനപ്പെട്ട പടിയിറങ്ങുമ്പോഴാണ് ഒരു മയ്യത്തിന് ഏറ്റവും വലിയ വേദനയുണ്ടാകുന്നതെങ്കിൽ ആ വീട് സ്വർഗമാണെങ്കിലാണ് സ്വർഗത്തിലേക്ക് ആ വീട്ടിൽ നിന്ന് പോകാൻ പറ്റൂ. ആ വീട് സ്വർഗമാണെങ്കിലാണ് സ്വർഗത്തിലേക്ക് നമുക്ക് ആ വീട്ടിൽ നിന്ന് പോകാൻ പറ്റൂ. നരകത്തിന്റെ എല്ലാ നൂലാമാലകളും നിന്റെ വീട്ടിന്റെ അകത്തുണ്ടാക്കി വെച്ചിട്ട് അവിടെ എങ്ങനെയാണ് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയുന്നത്? നിന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണോ. ഇന്നത്തെ അവസ്ഥയിൽ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് നിങ്ങൾ മരണപ്പെട്ട് കിടന്നാൽ ആ വീടും വീട്ടിലുള്ളവര് കാരണമായിട്ട് അല്ലാഹു നിങ്ങൾക്ക് എന്തെങ്കിലും സ്വർഗത്തിന്റെ പദവി തരുമോ? ഇപ്പൊ ആലോചിച്ചു. ഞാൻ ആലോചിച്ചപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്ന് അൽഹംദുലില്ലാഹ് എന്റെ ഭാര്യ ശരിക്കും സ്വതക്ക ചെയ്യും. മാഷാ അല്ലാഹ് വലിയ സന്തോഷമാണ്. ഷാളും ജുബ്ബയും വരെ എടുത്തു കൊടുക്കും, തേച്ച് അടക്കി വെച്ചിരുന്നാൽ. അത് അല്ലാഹു തന്ന വലിയൊരു ഭാഗ്യം. രണ്ടാമതൊരു മോൻ ഹാഫിളായി, ഒരു മോൻ മരണപ്പെട്ടു 10 വയസ്സിൽ, അടുത്ത ഒരു മോൻ 5 ജുസുവായി പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പൊ ആ വീട്ടിനകത്ത് ഒരു ചെറിയ ബറക്കത്ത്, ഒരു പ്രകാശം അൽഹംദുലില്ലാഹ് ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു വലിയ സമാധാനം. അത്ര തന്നെയുള്ളൂ. വേറെ പിന്നെ ബാക്കിയുള്ള അമലുകളുടെ കാര്യത്തിലൊന്നും പ്രതീക്ഷയൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ധാരണയാണ്. നമ്മൾ ഭയങ്കര അമല് ചെയ്യുന്ന ആളാണ്, നമ്മളെ ദിക്ർ അങ്ങനെയാണ്, നമ്മുടെ ഇബാദത്ത് ഇങ്ങനെയാണ്. അത് അല്ലാഹു സ്വീകരിച്ചെങ്കിലേ നമുക്ക് അതിൽ അനുമാനിക്കാൻ, ദുആ ചെയ്യാൻ. പടച്ചോനെ സ്വീകരിക്കുന്ന അമലിന്റെ ഉടമകളാക്കി ഞങ്ങളെ മാറ്റാൻ ദുആ ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് മരണപ്പെട്ട് നിങ്ങളുടെ മയ്യത്ത് നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് കിടത്തിയാൽ ആ വീട് സ്വർഗത്തിന് വേണ്ടി എന്തെങ്കിലും ആ വീട്ടിനകത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും. ഭാര്യ എന്താ ചെയ്യാ? അന്ന് നിങ്ങൾ മരിച്ചതിന്റെ അന്ന് ഭാര്യക്ക് ളുഹർ നിസ്കാരമില്ല, അസ്ർ നിസ്കാരമില്ല, കരച്ചിലോടെ കരച്ചില്ല. ഇനി ഏതെങ്കിലും ഒരു ഈമാനുള്ള താത്ത വന്നിട്ട് മരണമൊക്കെ എല്ലാവർക്കും ഉള്ളതാ, നീ എന്താ നിസ്കരിക്കാതെ എങ്ങനെ കിടക്കാന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ഉമ്മ പറയും, വിളിക്കല്ലേ, എന്റെ തങ്കക്കുടത്തിനെ വിളിക്കല്ലേ, അവള് കുറച്ച് സമാധാനപ്പെട്ടിട്ട് നിസ്കരിച്ചാ മതി. ളുഹർ അസ്ർ മഗ്‌രിബ് ഇശാ ഒക്കെ കളായ. ഏത് ദീനാണ് ഇത്? ഉമ്മയാണ് പറയാ വിളിക്കല്ലേ എന്ന്. അത് കേൾക്കുമ്പോ താത്ത കുറച്ചുകൂടെ തലയാണ്. മരണം എല്ലാവർക്കും ഉള്ളതാ, മരണം എല്ലാവർക്കും ഉള്ളതാ. നിസ്കരിച്ച് സ്വബർ പഠിക്കും. അങ്ങനെയാണ് നിസ്കരിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വയറുവേദന വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉളുണ്ടോ? ഉണ്ട് നബിയേ. നിസ്കരിച്ച പിന്നെ അതിനപ്പുറം വേറൊരു സ്വബർ എവിടെ നിന്നാ കിട്ടുക? ഭർത്താവ് മരണപ്പെട്ടു, അല്ലെങ്കിൽ മക്കൾ മരണപ്പെട്ടു, സഹിക്കാൻ പറ്റുന്നില്ല. ആ ബോട്ട് അപകടത്തിലൊക്കെ ഒറ്റപ്പെട്ടുപോയ ജൈനുലാബ്ദീനും കുടുംബക്കാർക്കും ഒക്കെ എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക? ഒളു കൊടുക്കാൻ നിസ്കരിക്കുക, കരഞ്ഞ റബ്ബിനോട് പറയാ, അല്ലാഹ് ഞാൻ ഒറ്റപ്പെട്ടു പോയി റബ്ബേ, 11 മയ്യത്തിനെ കൊണ്ടുവന്ന് അടക്കി പടച്ചു, അല്ലാഹ് എനിക്ക് ക്ഷമ തരണം, അല്ലാഹ് തന്നെ തരണം, അല്ലാഹ് തന്നെ തന്നാലേ പറ്റൂ. അങ്ങനെ നിസ്കരിക്കുക, സലാം വിട്ട, വീണ്ടും നിസ്കരിക്കുക, സലാം വിട്ട. താത്തമാരെ സമാധാനിപ്പിക്കൽ കണ്ട് റബ്ബേ, എന്റെ നാട്ടില് ഒരു SSLC പഠിക്കുന്ന മോള് ആത്മഹത്യ ചെയ്തു. ഒരു ദുരൂഹ സാഹചര്യം എന്ന് പറയാം. അങ്ങനെ ചുരിദാറിന്റെ ഷാള് അങ്ങനെയൊക്കെ ആയിട്ടെങ്കിലും മരണപ്പെട്ടു. അപ്പോ ഞാൻ നാട്ടിലുണ്ട്. ഇപ്പൊ എന്റെയും ഉസ്താദ് നമ്മുടെ സിറാജുൽ കാസിമിനെ നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നാട്ടിലെ കല്യാണത്തിനും മരണത്തിനും ഒന്നിനും നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല. വല്ലപ്പോഴും 5 ദിവസത്തിലോ 10 ദിവസത്തിലോ ഒരിക്കൽ നാട്ടിലെത്തുമ്പോഴാണ് ഇത് അറിഞ്ഞിട്ട് ഒന്നും സമയമുണ്ടെങ്കിൽ അന്ന് പോയി ദുആ ചെയ്യും. നാട്ടിലുള്ളപ്പോ നടക്കുന്ന കാര്യത്തിനൊക്കെ പോകും. അപ്പൊ ഇത് ഞാൻ ഉള്ള സമയത്തായിരുന്നു, ശഅബാന്റെ ബറാത്തിന്റെ സമയത്തായിരുന്നു. ഞാൻ ആ വീട്ടിലേക്ക് ഒന്ന് ചെന്നു. അപ്പോ ഒന്ന് സമാധാനിപ്പിക്കാം, ഒരു ദുആയൊക്കെ ചെയ്യാം. ചെല്ലുമ്പോ 2 പ്രാവശ്യം ചെന്നപ്പോഴും പെൺകുട്ടിയുടെ ഉമ്മ ഇവിടെ ഇല്ല, ഹോസ്പിറ്റലിൽ.
ബോധം കെട്ടി വീഴും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആളുകൾ വരും, വണ്ടി കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും, ട്രിപ്പിറക്കി ഇടും, തിരിച്ചു കൊണ്ടുവരും. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ബോധം കെട്ടി വീഴും, കൊണ്ടുപോകും. ഈ കൊണ്ടുപോകാൻ വേണ്ടി ആളുകൾ റെഡിയാ, ഈ ഉമ്മയെ സമാധാനിപ്പിക്കാൻ ആളുകൾ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസ് റെഡിയാണ്, ആളും റെഡിയാണ്. ഉമ്മയെ സമാധാനിപ്പിക്കാൻ ആളുകൾ. അതല്ലേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. മരണ വീട്ടിൽ പോയി നിങ്ങൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? മയ്യത്തിന്റെ മുഖം കാണാൻ വേണ്ടി ജനലിടിച്ച് വാതിലും ഇടിച്ച് പൊളിച്ച് അകത്ത് കയറി, അതല്ല ആദ്യം ചെയ്യേണ്ടത്. മയ്യത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരെ സമാധാനിപ്പിക്കണം, മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഇടിയും തിരക്കും ഒക്കെ പിന്നീടാക്കാം. ആദ്യം ഇത് ചെയ്യണം, സമാധാനിപ്പിക്കണം, ശരിക്കും സമാധാനിപ്പിക്കണം. അതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തായ അമൽ. അതാണ് അന്നത്തെ ദിവസം. ആ വീട്ടിൽ അതിന് ആരുണ്ടായില്ല. ഞാൻ ചെല്ലുമ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോളെ വാപ്പ ഗൾഫിന്ന് വന്നു. ഞാൻ വെള്ളം കൊടുത്തു, കുടിച്ചു. എന്നോട് പറഞ്ഞു, ഉസ്താദേ അർറഹ്മാൻ അവൾക്കറിയാം, സൂറത്തുൽ വാഖിയ അറിയാം, നല്ല മോളായിരുന്നു, നിസ്കരിക്കായിരുന്നു, ബറാത്തിന്റെ നോമ്പെടുക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ കരയാണ്. സമാധാനിപ്പിച്ചു, പറഞ്ഞു, റെഡിയാക്കി. അന്ന് അയാൾ ഭക്ഷണം കഴിച്ചു. പക്ഷേ ഈ മരണപ്പെട്ട കുട്ടിയുടെ ഉമ്മ 3 ദിവസമായിട്ട് ഒരു ആഹാരം കഴിച്ചിട്ടില്ല. ആ ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? പരിസരത്ത് താമസിക്കുന്ന സഹോദരിമാർക്കല്ലേ. ഞാൻ പറഞ്ഞു, അവരെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്നെ വിളിക്കണം, ഞാൻ വരാം. ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നു. വൈകുന്നേരം അപ്പൊ ഞാൻ ചെന്നു. ഭർത്താവിനെയും കൂട്ടി റൂമിനകത്തേക്ക് കയറുമ്പോണ്ടല്ലോ, ആ റൂമിനകത്ത് മരണപ്പെട്ടു പോയ പെൺകുട്ടിയുടെ ഉമ്മാക്ക് കിടക്കാൻ സ്ഥലമില്ല. മൊത്തം താത്തമാരാ കട്ടിലും ഈ ജന്നലിലും വാതിലിലും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്താ സംഭവം എന്നറിയോ? അവരെ സമാധാനിപ്പിക്കൽ എങ്ങനെയാ? പോട്ടടി, സാരമില്ല, അള്ളാഹു സ്വർഗം കൊടുക്കോ, നല്ല മോളെ. പക്ഷെ എന്നാലും അവർക്ക് ഡോക്ടർ ആവാൻ ഒരു കൊതി ഉണ്ടായിരുന്നു. ഇതാണ് സമാധാനിപ്പിക്കൽ. സാരമില്ലടി, നീ ക്ഷമിച്ചരേ, ഒരു ബുദ്ധിമുട്ടും നിനക്കുണ്ടാവൂല. പക്ഷെ ഒരേ ഒരു മോള്, ഇതാണ് സംഭവം. ഇത് കേൾക്കുമ്പോ ആളിക്കത്തും. ഇത് നമ്മുടെ താത്തമാരൊന്ന് പഠിക്കണ്ടേ? നിങ്ങൾക്കിത് ആരാ പിന്നെ പറഞ്ഞു തരിക? മരണ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യേണ്ടത്, അല്ലാതെ അവിടെ പോയി അവരുടെ കൂടെ ഇരുന്നിട്ട് അങ്ങനെ കരയിലല്ല. എന്റെ ഭർത്താവ് ഇങ്ങനെ തന്നെയായിരുന്നു, ഈ വണ്ടി ഇടിച്ച് മരിച്ചടി, ശകലം പോലും ബാക്കി കിട്ടിയില്ലടി, അള്ളാഹു രണ്ടാമത് കിട്ടിയത് മറ്റു തുകാറായി, എല്ലാം പോയി. അങ്ങനെയല്ല പറയേണ്ടത്. ഒരു സമാധാനത്തിന്റെ, ക്ഷമയുടെ, സുബറിന്റെ വർത്തമാനമാണ് പറയേണ്ടത്. അപ്പോ നല്ല റാഹത്തുണ്ടാവും. അവർ വലിയ കൂലിയാണതിന്. അത് അറബിൽ പറയാൻ അറിയില്ലെങ്കിൽ വേണ്ട, മലയാളത്തിൽ പോട്ട് സമാധാനിപ്പിക്കുക. അള്ളാഹു നിനക്ക് പ്രതിഫലം തരട്ടെ, നീ ക്ഷമിക്ക്. എത്ര മരണങ്ങൾ ലോകത്ത് നടക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നീ തരണേ അല്ലാഹ്. വബാരിക് ലീ ഫീമാ റസഖതനി. മറക്കണ്ട ദുആ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ബറക്കത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, സ്വർഗ്ഗത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് തന്നെ പോകാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഒരു സ്വർഗ്ഗത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും ആ കുഞ്ഞു വീടിനകത്ത് ഉണ്ടാക്കി വെച്ചിരുന്നു. സ്വർഗ്ഗത്തിന്റെ മക്കളായിരിക്കണം നമ്മുടെ വീട്ടിലുള്ള മക്കള്. നമ്മുടെ വീട്ടിലുള്ള മക്കള് സ്വർഗ്ഗത്തിന്റെ മക്കളായിരിക്കണം. أنفسكم وأهليكم نارا وقودها الناس والحجارة. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇബ്ന്റെ പൊന്നുമോൻ വന്ന് പറഞ്ഞതാണ്, ഉമ്മ അടുപ്പിൽ തീയരിക്കുന്ന കണ്ടപ്പോ ഭയന്ന് വിറച്ച് പൊട്ടിക്കരഞ്ഞ മുത്തുനബി പഠിപ്പിച്ച ആയത്തോർത്തിട്ട് പൊട്ടിക്കരഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്ന്റെ പൊന്നുമോൻ. വലിയ വിറകിന്റെ കൂട്ടത്തിൽ ചെറിയ വിറക് വെക്കുന്ന ഉമ്മ, നാളെ നരകത്തിന്റെ വിറകായി മനുഷ്യരെ കത്തിക്കുമ്പോ വലിയ വിറകിന്റെ സ്ഥാനത്ത് വലിയ മനുഷ്യരെ, ചെറിയ വിറകിന്റെ സ്ഥാനത്ത് ഞങ്ങളെ പോലുള്ള കുഞ്ഞുമക്കളെ കത്തിക്കുമോ എന്നെനിക്ക് പേടിയുണ്ടുമ്മ എന്ന് പറയുന്ന ഒരു മോൻ, സ്വലാത്ത് ചെല്ലുന്ന ഒരു മോൻ, വാപ്പാന്റെ കൂടെ പള്ളിയിൽ പോകുന്ന ഒരു മോൻ, ഉമ്മയുടെ കൂടെ നിസ്കരിക്കുന്ന മോള്, ഉമ്മാന്റെ കൂടെ നിസ്കരിക്കുന്ന മോള്, ഖുർആൻ എടുത്ത് നിവർത്തി വെച്ചിട്ട് ഓതാൻ അറിയില്ലെങ്കിലും വിരൽ കൊണ്ടിങ്ങനെ ബിസ്മില്ലാ ബിസ്മില്ലാ എന്ന് പറയുന്ന മോള്, ഉറങ്ങാ സമയത്ത് ദുആ ചെയ്യുന്ന പൊന്നുമോള്, എഴുന്നേൽക്കുമ്പോ ദിക്ർ പറയുന്ന പൊന്നുമോള്, ആ മോളെയാണ് നിനക്ക് വേണ്ടത്. ആ മോളാണ് നിനക്ക് ദുആ ചെയ്യുന്നത്. ആ മോളാണ് നിനക്ക് ഖത്തമോദുന്നത്. പായിപ്പാട്ട പെങ്ങളെ, അങ്ങനെ
എത്ര മക്കളുണ്ട് മോളെ നിന്റെ വീട്ടിന്റെ അകത്ത്? വീടിന്റെ മതിലിൽ തവക്കൽതു അലല്ലാഹ് എഴുതി വെച്ചാ പോരാ, വീടിന്റെ ചുവരിൽ ലാ ഹൗല വലാ ഖുവത എഴുതി വെച്ചാ പോരാ. പള്ളിയുടെ തൊട്ടടുത്താണ് വീട്. ബാങ്ക് അവിടെ ഇരുന്നാ കേൾക്കാ, ഇഖാമത്ത് അവിടെ ഇരുന്നാ കേൾക്കാ, ഹൈപ്പാട് പള്ളിയുടെ ഹദ്ദാദ് അവിടെ ഇരുന്നാ കേൾക്കാ, സ്വലാത്ത് അവിടെ ഇരുന്നാ കേൾക്കാ. കാര്യമില്ല, നിന്റെ വീട് സ്വർഗത്തിന്റെ വീടാവണം, നിന്റെ വീട് റഹ്മത്തിന്റെ മാലാഖമാരുടെ സഞ്ചാരമുള്ള വീടാവണം. 100 ആയത്ത് ഒരു ദിവസം ഓതാത്ത വീട് അല്ലാഹു നോക്കൂല. ആ വീട്ടിലേക്ക് അല്ലാഹു നോക്കൂല. ആ വീടിനോട് അല്ലാഹുവിന് പിണക്കമാണ്. 100 ആയത്ത് ഒരു ദിവസം ഓതാത്ത വീട്, ഒരു ആയത്തല്ല 100 ആയത്ത് ഒരു ദിവസം ഓതാത്ത വീട്. ഖുർആൻ എടുത്തു വെച്ചിട്ട് ഒരു 100 ആയത്ത് ഓതാൻ കഴിയട്ടെ. തബാറക്കല്ലദീ നിനക്ക് ഓതാ, സൂറത്ത് യാസീൻ നിനക്ക് ഓതാ. രണ്ടും കൂടി ഒരു ദിവസം ഓതുമ്പോൾ 100-ലധികം ആയത്തുകളായി. അർറഹ്മാൻ നിനക്ക് ഓതാ. മറക്കല്ല മോളെ, സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും ആർഭാടങ്ങളും ആനന്ദങ്ങളും ആഹ്ലാദങ്ങളും ആഘോഷങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി തന്നു എന്ന് വെച്ചിട്ട് എല്ലാം മറന്നവളായിട്ട് പടച്ചവനെ നന്ദികേട് കാണിക്കല്ല മോളെ. അല്ലാഹു ഒരു പിടി തിരിച്ചങ്ങോട്ട് പിടിച്ചാൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലാഹു മാരകമായ രോഗത്തിന്റെ അടുക്കളത്തെന്നാൽ അവിടെ നിന്ന് പിന്നെ രക്ഷപ്പെടാൻ കഴിയൂല. അല്ലാഹുവേ കാക്കണേ റബ്ബേ. ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 ആയത്തൊരു ദിവസം ഖുർആൻ നിവർത്തി വെക്കാൻ എത്ര സമയം വേണം? ചുരുങ്ങിയ സമയം മതി. അല്ലാഹ് ചുരുങ്ങിയ സമയം മതി. 100 ആയത്ത് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഈ വീട് ശരിയായി, അള്ളാന്റെ വീട് നമ്മുടെ വീടാ ശരിയാക്കാൻ 100 ആയത്ത് എല്ലാ ദിവസവും അങ്ങനെ ഓത്. റമദാനിൽ മാത്രമല്ല, പരിശുദ്ധ റമദാൻ കഴിഞ്ഞാലും ഖുർആൻ ഇങ്ങനെ ഓതണം, പാരായണം ചെയ്യണം. റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ വരണം. റഹ്മത്തിന്റെ മലക്കുകൾ വരാത്ത വീടുകളെ കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന 2 കാര്യമാണ്. ഒന്ന് നായ ഉള്ള വീട്, ഒന്ന് വാപ്പാന്റെ ഉമ്മാന്റെയും കുടുംബക്കാരെയൊക്കെ ഫോട്ടോ ചുവരിൽ വെച്ചിരിക്കുന്ന വീട്. രണ്ടാമത് പറഞ്ഞ വീട് കുറവാണ്. ഇപ്പൊ അങ്ങനെ ചുവരുകളിൽ ഫോട്ടോ ഒന്നും വെക്കലില്ല, മൊബൈലൊക്കെ ഉള്ളത് കൊണ്ട് മൊബൈലിൽ കൊണ്ട് ഇങ്ങനെ നടക്കലാണ്. ആദ്യം പറഞ്ഞത് ധാരാളം സ്ഥലങ്ങളിലുണ്ട്. അത് ഇസ്ലാമിൽ അനുവദനീയമായ നായ വളർത്തൽ അനുവദനീയമായ ചില നിയമവശങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ അങ്ങനെ അനുവദനീയമാക്കി നിങ്ങൾ അതിനുവേണ്ടി ഇറങ്ങണ്ട, അതങ്ങനെ പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ. ഇത് രണ്ടല്ലാതെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരാത്ത വേറെ കുറെ സ്ഥലങ്ങളുണ്ട്, വീടുകൾ. റഹ്മത്തിന്റെ മലക്കുകൾ തിരിഞ്ഞു നോക്കാത്ത കുറെ വീടുകളുണ്ട്, പരിഗണിക്കൂല. അത് പരിസരത്ത് പോലും ആ മലക്കുകൾ വരൂല, അത്രയ്ക്ക് ഉറപ്പാണ് അവർക്ക്. ചില വീടുകൾ, അതിൽ 2 വീടിനെ ഇന്ന് പറയാം, അത് കഴിയുമ്പോ സമയം കഴിയും. 2 വീടുകളെ പറയാം, റഹ്മത്തിന്റെ മലക്കുകൾ വരാത്ത 2 വീട്. ഒന്ന് ഇന്നൽ മലായികത ലാ തൻസിലു അലാ ബൈത്തിൻ വഫീഹി മഖാത്തിഉ റഹീം. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുടുംബ ബന്ധം മുറിക്കുന്നവർ താമസിക്കുന്ന വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരൂല. ആയത്തുൽ കുർസി എഴുതി വെച്ചാലും മുടങ്ങാതെ കൃത്യമായി ആ വീട്ടിന്റെ അകത്ത് നിങ്ങൾ നമസ്കാരം നടത്തിയാലും അവിടെ ഖുർആൻ ഓതൽ നടത്തിയാലും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരൂല. കുടുംബ ബന്ധം മുറിക്കുന്നവരുടെ വീട്ടിൽ വരൂല, കുടുംബ ബന്ധം മുറിക്കുന്നവരുള്ളവരുടെ വീട്ടിൽ വരൂല. ഇന്ന് നമ്മുടെ മക്കൾക്കറിയുമോ, വാപ്പയുടെ ബന്ധുക്കളെ, ഉമ്മയുടെ ബന്ധുക്കളെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ? അവർക്ക് ഓർമ്മയുണ്ടോ? വാപ്പയുടെ അനുജനാരാണ്, വാപ്പയുടെ ജ്യേഷ്ഠനാരാണ്, ഉമ്മയുടെ അനുജനാരാണ്, ഉമ്മയുടെ ഉമ്മയാരാണ്, അവരുടെ പേരെന്താണ്? നമ്മുടെ മക്കൾക്ക് ആർക്കറിയാം? വാപ്പയും ഉമ്മയും കൂടപ്പുറപ്പ് എന്നതിനപ്പുറം ഒരു ബന്ധത്തിന്റെ ആഴവും നമ്മുടെ മക്കൾക്കറിയില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നല്ല മനോഹരമായ തലയിൽ കെട്ടൊക്കെ ധരിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പ്രായം ചെന്ന ഒരു പിതാവിനെ കണ്ടു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങി ചെന്നിട്ട് ഈ തലയിൽ കെട്ടെടുത്ത് തലയിലേക്ക് വെച്ചു കൊടുത്തു. സഞ്ചരിച്ചു കൊണ്ടുവന്ന കഴുതയെ ആ ഉപ്പാന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എടുത്തുകൊള്ളുക. കൂടെ വന്നവര് ചോദിച്ചു, എന്തു പറ്റിപ്പോയി ഇബ്നു ഉമറേ?
ആ വിലപിടിപ്പുള്ള തലയിൽ കെട്ടും ആ വാഹനവും എന്തിനാണ് ആ പ്രായം ചെന്ന കിളവന് കൊടുത്തത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അതാരെന്നറിയോ? എന്റെ വാപ്പാന്റെ കൂട്ടുകാരനായിരുന്നു. എന്റെ വാപ്പാന്റെ കൂട്ടുകാരനായിരുന്നു. വാപ്പാന്റെ കൂട്ടുകാരനെ ഞാൻ ബഹുമാനിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വാപ്പാന്റെ കൂട്ടുകാരന്റെ കാര്യമാണ്, അനുജനും ചേട്ടനുമല്ല, കൂട്ടുകാരന്റെ. എത്ര നിസ്സാര കാര്യത്തിനാണ് പിണക്കം. അല്ലോ, താത്തമാരാണ് ഇണങ്ങാൻ അനുവദിക്കാത്ത. ഇനിയെങ്ങാണം ആ വീടിന്റെ പടി നിങ്ങൾ കയറിയെന്ന് ഞാൻ അറിഞ്ഞ ഈ സൂറ ഉണ്ടല്ലോ, സൂറ എന്റെ വീട്ടിൽ പോയി മക്കളെ വെട്ടിയെടുത്തു. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഈ ഷാരൂഖ് ഖാൻ അങ്ങ് പേടിച്ചു പോകും. അതാ കുഴപ്പം. വലിയ ധൈര്യവും മസിലും ഉണ്ടാവും. താത്താരെ ഒറ്റ ഡയലോഗിൽ പേടിച്ച് കഴിഞ്ഞു. നമ്മളെത്ര ബന്ധങ്ങളാ. ഭർത്താവിന്റെ ആയുസ് നിങ്ങൾക്ക് വേണോ? നിങ്ങളുടെ മക്കൾ യതീമാകാതെ ജീവിക്കണോ? ഭർത്താവിനെ കൊണ്ട് ഭർത്താവിന്റെ ഉമ്മാടെ അടുത്തേക്ക് നിങ്ങൾ പോണം. ചിലപ്പോഴേ ഉള്ളൂ പോണം. എല്ലാ വെറുപ്പും മറക്കണം, എല്ലാ അകൽച്ചയും മറക്കണം. പോണം. എന്ത് സംഭവിക്കട്ടെ ഉസ്താദേ, നിങ്ങൾക്കത് പറയാം. ഭർത്താവിന്റെ ഉമ്മ ഉണ്ടല്ലോ, രാക്ഷസി. പെരുന്നാളിന്റെ അന്നാണ് എന്നെ മക്കളെ ഭർത്താവിനെ അടിച്ചിറക്കിയത്. ആയിക്കോട്ടെ, എന്നാലും അടുത്ത പെരുന്നാളിന് അസ്സലാമു അലൈക്കും, ഭർത്താവിന്റെ ഉമ്മായ മാമിന്നാണോ ഉമ്മാന്നാണോ എന്താന്ന് അങ്ങനെ വിളിക്കാം. ചെന്നിട്ട് പറയാം അസ്സലാമു അലൈക്കും, പൊരുത്തപ്പെടണം. അവരിങ്ങോട്ട് മിണ്ടണ്ട, പൊരുത്തപ്പെടില്ല, ഇറങ്ങിപ്പോടി, മറ്റവളെ മറിച്ചവളെ ഒക്കെ പറയട്ടെ, ഒക്കെ കേട്ടോണ്ട് നിൽക്കുക. അസ്സലാമു അലൈക്കും, തിരിച്ചു വരിക. നീ പോകാതിരിക്കരുത്. നിന്റെ ഭാഗം ക്ലിയർ ചെയ്യണം. അവരെന്തോ ആയിക്കോട്ടെ, ഫസാദ് പറയട്ടെ, ഈവത്ത് പറയട്ടെ, കുടുംബ ഗ്രൂപ്പിൽ അതും ഇതും പറയട്ടെ, ഒക്കെ ചെയ്തോട്ടെ. നീയും നിന്റെ ഭർത്താവും ആ വിഷയത്തിൽ ക്ലിയർ ആയിരിക്കും. ഒരു കാരണവശാലും നിങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പിണക്കുണ്ടാവാൻ പാടില്ല. നിങ്ങൾ കാരണം ഉണ്ടാകരുത്. നിങ്ങളുടെ മക്കളെ അത് ബാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് പണമൊക്കെ ഉള്ളത് കൊണ്ട് മക്കൾ ഒറ്റയ്ക്ക് ജീവിച്ചോളും, അവരാരെ സഹായം വേണമെന്നൊക്കെ തോന്നലാണ്. ഒരിക്കലും നടക്കൂല. സ്നേഹം, ബന്ധം, ആഴമൊക്കെ വേണം. പൊന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധുക്കളെ ഉപദ്രവിച്ചു. ഏറ്റവും അധികം സ്നേഹിക്കേണ്ട പൊന്നാര ഉമ്മ, ഏറ്റവും ഒരു സ്നേഹം ഒരു മകന് കിട്ടേണ്ട പ്രധാനപ്പെട്ട സമയത്ത് ആ ഉമ്മ ലോകത്തോട് ഇവിടെ പറഞ്ഞു, ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല, ഓമനി ഞാൻ ബാപ്പ വേണം, ബാപ്പ ജീവില്ല. ആമിന ബീവിന്റെ ഉള്ളിൽ നൊമ്പരം പേരുത്, ആറ്റലായ മോനെ ഓർത്ത് വേദന കോരുത്. സഹിക്കാൻ പറ്റൂല. ആ വരി എങ്ങനെയാണ്? അല്ലാഹുവേ, ആ അബവാ എന്ന സ്ഥലത്ത് ഇപ്പോഴും ചെല്ലുമ്പോ കാല് വറച്ചു പോകും. മുത്ത് റസൂലിന്റെ ഉമ്മ കിടക്കണ സ്ഥലല്ലേ അല്ലാ, അവിടെ ചെല്ലുമ്പോ നെഞ്ചു പൊട്ടിപ്പോകും. ആ ഖബറിന്റെ ചാരത്തിരുന്ന് മുത്തൊളി ദീപത്തിന്റെ കണ്ണുനീർത്തുള്ളികൾ ആ ഖബറിന്റെ മുകളിലേക്ക് വീണിട്ടുണ്ട് എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുകയാണ്. കുടുംബ ബന്ധത്തിന്റെ രാജ്ഞി ഉമ്മയാണ്, രാജാവ് അബ്ബയാണ്. പിന്നെ അവരുടെ ബന്ധത്തിൽപ്പെട്ട സർവരെയും സ്നേഹിക്കണം. പിണങ്ങരുത്. അവരിങ്ങോട്ട് പിണങ്ങട്ടെ, അവര് വഴക്കിടട്ടെ, അവര് കല്യാണം പറയാതിരിക്കട്ടെ, അവര് അകന്നകന്നു പോകട്ടെ. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് 5 നേരം നിസ്കരിക്കുന്ന, ഈ പള്ളിക്ക് വേണ്ടി പണിയെടുത്ത കഷ്ടപ്പെട്ട അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് നിഷ്കളങ്കമായി ഖിദ്മത്ത് ചെയ്യുന്ന നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു അകൽച്ച ഉണ്ടാവാൻ പാടില്ല. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് വീടുകൾ തോറും വരുന്നതാണ്. കുടുംബ ബന്ധം മുറിച്ചവരുടെ വീട്ടിലേക്ക് വരൂല. റഹ്മത്തിന്റെ മാലാഖമാര് വന്നില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ നോക്കൂല. അല്ലാഹുവിന്റെ റസൂൽ നോക്കിയില്ലെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവൂല. അല്ലാഹുവിന്റെ റഹ്മത്തില്ലെങ്കിൽ നമ്മുടെ വീട് ഇരുണ്ടു പോകും. നമ്മുടെ വീട് ജഹാലത്തിന്റെ വീടാകും. ആ വീട്ടിൽ നിന്ന് മരണപ്പെടുന്നവരെ കൊണ്ടുപോകുന്നത് സ്വർഗത്തിലല്ല മോളെ, നരകത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ട് തള്ളും. പള്ളിക്കബറിന്റെ കുണ്ടില്. അല്ലാഹുവേ കാക്കണേ റബ്ബേ, പടച്ചവനെ കാക്കണേ അല്ലാ. അതുകൊണ്ട് സന്തോഷത്തിന്റെ ഭവനമായിരിക്കണം. ഒരിക്കലും ബന്ധങ്ങൾ അഹങ്കാരത്തിന്റെ പേരിലാണ് ബന്ധങ്ങളെ മുറിച്ച്
കളയുന്നത്. പണമുണ്ട്, എന്റെ ഭർത്താവിന് കഴിവുണ്ട്, 3 ജന്മം ജീവിക്കാനുള്ള പണമുണ്ട്. എത്ര ജന്മം ജീവിക്കാനുള്ള പണം നിങ്ങൾക്കുണ്ടാവട്ടെ. തിരുവനന്തപുരം RCCയിൽ ഈ ചങ്ങനാശ്ശേരി പായിപ്പാടുന്ന് ബസ്സിലൊന്ന് കയറി തിരുവനന്തപുരത്ത് ഇറങ്ങി RCCയിൽ ഒന്ന് ചെല്ലുക. കയറിപ്പോകുന്നതിന് കുറെ മാനദണ്ഡങ്ങളും നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു പൊതുവായ വാർഡിൽ കയറാൻ അവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനോടൊന്ന് സംസാരിച്ച് ആരെങ്കിലും കിടക്കണമെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് കയറിക്കോളെ. ആരും കിടക്കണ്ട, വെറുതെ കയറിക്കോളെ, ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ. അല്ലാഹുവേ, എന്നോട് സ്നേഹസാഗരത്തിന്റെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞതാ, ഉസ്താദേ, നമ്മുടെ ഒരു രോഗി ICU വാർഡിലാണ്, അവർക്ക് വേണ്ടിയിട്ട് ദിവസം 4000 രൂപയാണ് ഉസ്താദെ ചെലവ്. എന്നോട് ആ സഹോദരൻ പറയാണ്, മരിക്കാൻ വേണ്ടി ഉസ്താദിന് ദുആ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യോ? കാരണം ചെലവിന് വരുന്ന പൈസ പോലും ഈ ചികിത്സയ്ക്ക്. ഞാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്തുകൂടാ. നമുക്ക് റോഡിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ശരീരം ഇങ്ങനെ കൊഴിഞ്ഞ് മരിക്കാറായി കിടക്കുന്ന, അതിനെ നോക്കേണ്ട നമ്മളാണ്. നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഇൻഷാ അല്ലാഹ് സഹായിക്കാം എന്ന് പറഞ്ഞു. കാരണം അവരും അടുത്ത്, എത്ര ബന്ധുക്കളും അടുക്കൂലേ. ഡയാലിസിന് കൊണ്ടുപോയ ഭർത്താവിന് ഡയാലിസിന് കൊണ്ടുപോകുന്ന ഭാര്യ പറയാണ്, അൽ ജവാബ് ചാനലിലേക്ക്, ജയ്ഹിന്ദ് ചാനലിലേക്ക് കത്തെഴുതിയതാണ്, മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറ്റുമെങ്കിൽ ഉസ്താദ് ദുആ ചെയ്യണം. കാരണം ഇനി എന്റെ ഭർത്താവിനെ നോക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. ആദ്യം പണവും പവറൊക്കെ ഉള്ളപ്പോൾ നല്ല ജാടയും ഇതൊക്കെ കാണിക്കും, പക്ഷെ എല്ലാം അവസാനിക്കുന്ന ഒരു സമയം.